മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവുകയാണ്. ആളുകളെല്ലാം നാട്ടിൽ നിന്ന് എതിരാളികൾ സത്യപ്രബോധനത്തിന്റെ പേരിൽ ആട്ടിപ്പുറത്താക്കിയിട്ട് പലായനം ചെയ്യുകയാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെ അന്യനാട്ടിലേക്ക് സ്വദേശം വിട്ട് പലായനം ചെയ്ത് പോകേണ്ടി വരികയാണ്. അലിയെ വിരിപ്പിൽ കിടത്തുകയാണ്. ശത്രുക്കൾ വീട് വളഞ്ഞിരിക്കുകയാണ്. സത്യത്തിന്റെ ശത്രുക്കൾ, നന്മയുടെ ശത്രുക്കൾ വീട് വളഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തു കടക്കണം. അലിയെ സ്വന്തം വിരിപ്പിൽ കിടത്തി ഉറങ്ങാൻ പറയുമ്പോൾ അലിയോട് പറഞ്ഞു, സൗഖ്യമായിട്ട് ഉറങ്ങണം, ഒന്നും സംഭവിക്കൂല അലി, ഈ വിരിപ്പിൽ തന്നെ കിടന്നോളൂ, ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പരിശുദ്ധ റസൂൽ ആ ശത്രുക്കൾക്കിടയിലൂടെ ആരും കാണാതെ ദൈവകടാക്ഷത്തിന്റെ മറയിൽ രക്ഷപ്പെടുകയാണ്. അത്ഭുതപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. അലിയുടെ കയ്യിൽ ഒരു പണക്കിഴി കൊടുക്കുകയാണ് പരിശുദ്ധനായ ദൈവദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി, ഇത് എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലുകളാണ്. ഈ മക്കയിലെ പല ആളുകൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് മുതലുകളാണ്. ഓരോരുത്തരും ഓരോന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അവകാശികളുടെ ലിസ്റ്റും പട്ടികയും ഇതിനകത്തുണ്ട്. അലി, ഇത് അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് തിരിച്ചേൽപ്പിക്കണം. ഒരു നിമിഷം അലി ചോദിച്ചു, നമ്മെ വളഞ്ഞു കൊല്ലാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ ശത്രുക്കൾ ഏൽപ്പിച്ച അമാനത്ത് അവർക്ക് തിരിച്ചു കൊടുക്കണമോ? അവർ നമ്മിൽ നിന്ന് കവർന്നിട്ടില്ലേ പലതും? എത്ര മുതൽ കൊള്ള ചെയ്തു, എത്ര ജീവനെ അപഹരിച്ചു, എത്ര അന്യായം കാട്ടി, എത്ര അനീതി കാട്ടി, എത്ര അക്രമങ്ങൾ ചെയ്തു. ഈ കൊടിയ അക്രമം ചെയ്ത ആളുകളുടെ മുതൽ അവർക്ക് തിരിച്ചേൽപ്പിക്കുകയാണോ അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറയുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി, നീതിയുടെ കാര്യത്തിൽ തെറ്റരുത്. നീതിബോധത്തിന്റെ നിഷ്ഠയിൽ ഒരിഞ്ച് പോലും ചാഞ്ചാട്ടം പാടില്ല അലി. ഇത് അമാനത്ത് മുതല് അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കണം. മതമെന്ത് പഠിപ്പിച്ചു? നീതിയാണ്. കർക്കശമായ നീതി, മതം നോക്കാത്ത നീതി, ജാതി നോക്കാത്ത നീതി, ആദർശം നോക്കരുത്, പാർട്ടി നോക്കരുത്, മനുഷ്യനെ മാത്രം നോക്കാൻ പഠിപ്പിച്ച പ്രോജ്വല നീതിയുടെ ആവിഷ്കാരമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.